പലപ്പോഴും വീട്ടമ്മമാര് പറയുന്നത് കണ്ടിട്ടില്ലേ, അയ്യോ ഭയങ്കര ക്ഷീണം, വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല, അറിയാണ്ട് കിടന്ന് ഉറങ്ങിപ്പോകുന്ന അവസ്ഥ, ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തേക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചാൽ പറ്റുന്നില്ല, എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ ഇങ്ങനെ സംശയിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. ദിവസവും രാവിലെ റെഡിയായി ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരെന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാവും. എന്നാൽ വീട്ടിൽ നിൽക്കുന്ന വീട്ടമ്മമാർക്ക് വീട്ടിലുള്ള ജോലികളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഇവർക്ക് അമിതമായിട്ടുള്ള ക്ഷീണവും ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഉന്മേഷമില്ലായ്മയും എനിക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നൊരു തോന്നൽ ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രശ്നം മറികടക്കുന്നതിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ദിവസവും രാവിലെ നിർബന്ധമായിട്ടും ഒരു 20 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യാനായിട്ട് വീട്ടമ്മമാരോട് പറയുമ്പോൾ അവർ പറയുന്നത്, എന്തിനാണ് ഡോക്ടറെ, വീട്ടിൽ ഞാൻ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെയല്ലേ വ്യായാമം? അല്ല, അത് വ്യായാമമില്ല, ദൈനംദിന പ്രവർത്തനങ്ങളാണ്. എന്നാൽ ദിവസവും രാവിലെ നിങ്ങൾ അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു 20 മിനിറ്റ് വ്യായാമം നിങ്ങളെ നന്നായിട്ട് ഉന്മേഷം കൊണ്ടുവരുന്നതിന് സഹായിക്കും. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹോബി നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം സന്തോഷത്തോടുകൂടി ചെയ്യുന്നത് നിങ്ങൾ നന്നായിട്ട് ഉന്മേഷത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. മൂന്നാമത്തത്, രാത്രിയിൽ കൃത്യമായിട്ടുള്ള ഉറക്കം ആവശ്യമാണ്. പലപ്പോഴും എല്ലാ ജോലിയും കഴിഞ്ഞ് ആയിരിക്കും വീട്ടമ്മമാർ കിടക്കുന്നത്. അതിരാവിലെ ആദ്യം എഴുന്നേൽക്കുന്നത് വീട്ടമ്മമാരായിരിക്കും. ശരിയായിട്ടുള്ള ഉറക്കം കിട്ടണമെന്നില്ല. അതുകൊണ്ട് രാത്രി നിർബന്ധമായും 7 മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ പകല് വെറുതെ കിടന്നുറങ്ങരുത്. വെറുതെ പകല് കിടന്നുറങ്ങുന്നത് നിങ്ങളെ അനാവശ്യമാകുന്ന അനാരോഗ്യം ഉണ്ടാക്കും, നിങ്ങൾക്ക് വല്ലാണ്ട് ക്ഷീണം വരുന്നതിന് കാരണമാകും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കുക. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാൻ നോക്കുക. എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നത്, ഹസ്ബൻഡോ വീട്ടിലെ കുട്ടികളോ എല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ള ഭക്ഷണം എല്ലാം കൂടി കഴിക്കും. ചിലപ്പോൾ അത് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിരിക്കും, പ്രോട്ടീൻ അതിനകത്ത് ഉണ്ടാവത്തില്ല. ഈ ഒരു രീതി മാറ്റിയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വീട്ടമ്മമാർ നിർബന്ധമായിട്ടും കഴിക്കാൻ നോക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ള ആൾക്കാരായിരിക്കണം നിങ്ങൾ. കാരണം നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്രീ ടൈം കിട്ടുമ്പോൾ അവരുമായിട്ട് സമയം ചെലവഴിക്കുന്നതിനും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നതിനും മനസ്സ് കൂടുതൽ ഹാപ്പി ആക്കുന്നതിന് അത് സഹായിക്കും. ഈ രീതിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ക്ഷീണമെല്ലാം മാറ്റാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും ക്ഷീണം മാറുന്നില്ലെങ്കിൽ ഹിമോഗ്ലോബിൻ നോർമലാണോ, തൈറോയിഡ് ഫംഗ്ഷൻ നോർമലാണോ, വൈറ്റമിൻ ഡി നോർമലാണോ എന്ന് പരിശോധിച്ചിരിക്കുക. ഇതെല്ലാം കുറവാണെങ്കിലും നിങ്ങൾക്ക് അമിതമായിട്ട് ക്ഷീണം വരും. ഇതെല്ലാം വീട്ടമ്മമാരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യൂ കേട്ടോ.